ഉല്ലാസയാത്രയായിട്ട് കാശ്മീരിൽ പോയ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരുടെ ജീവൻ എടുക്കുന്നു. ഞങ്ങളെ മാത്രമായിട്ട് എന്തിനു ബാക്കി വെച്ചിരിക്കുന്ന, ഞങ്ങളെ കൂടി കൊന്നോളൂ എന്ന് പറഞ്ഞ സ്ത്രീകളോട് ഭീകരവാദികൾ പറഞ്ഞത് പോയി നിന്റെ മോദിയോട് പറയുന്നതാണ്. ശരിയാണ്, മോദിയോട് അവർ പറഞ്ഞു. മോദി അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. ഇന്ന് പാകിസ്ഥാനും ഭീകരവാദികൾക്കും അറിയാം നരേന്ദ്രമോദിയോട് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന്. അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ഇന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അത് അവർക്ക് കാണിച്ചു കൊടുത്തു, അവരെ അറിയിച്ചു കൊടുത്തു. ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളും സത്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള നയതന്ത്ര രീതികളും ഇന്ത്യയുടെ വിവിധ വിഷയങ്ങളിലുള്ള മുൻകാല നിലപാടുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ പൊതുവായ പൊളിറ്റിക്കൽ സ്ട്രക്ചർ കംപ്ലീറ്റ് നരേന്ദ്രമോദി ഒന്ന് മിനുക്കിയെടുക്കുക മാത്രമല്ല, ഒരു പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എടുത്ത ആ സുപ്രധാന തീരുമാനവും അതിനുശേഷം ഭാവിയിൽ ഇന്ത്യയിൽ അത് കാരണം ഉണ്ടാകാൻ പോകുന്നൊരു ഇമ്പാക്റ്റുമാണ്. നമ്മളിപ്പോഴും കോൺഗ്രസ് സർക്കാരുകളെ പലപ്പോഴും വിമർശിക്കുന്നത് 2008 നടപടിയെടുത്തില്ല, അല്ലെങ്കിൽ ട്രെയിനിൽ സ്ഫോടനം നടത്തിയപ്പോൾ നടപടിയെടുത്തില്ല, ബാംഗ്ലൂർ സ്ഫോടനം നടന്നു, അങ്ങനെ പല പല സ്ഫോടനങ്ങൾ ഭീകരവാദികൾ നടത്തിയപ്പോഴൊന്നും തന്നെ ശക്തമായൊരു തിരിച്ചടി ഭീകരവാദ കേന്ദ്രങ്ങൾക്കോ പാകിസ്ഥാനോ നേരിട്ട് കൊള്ളും വിധത്തിൽ ഇന്ത്യ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നും രണ്ടും UPA സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്തുടർന്ന് വന്നിരുന്ന ഒരു നയത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിൽ ഉണ്ടായ ഒരു വലിയ ഷിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ആരെയും പ്രൊവോക്ക് ചെയ്യേണ്ട. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, ഇതെല്ലാം അകാലത്തിൽ പൊലിഞ്ഞുപോയ ജീവിതങ്ങളാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് പ്രധാന നേതാക്കളെല്ലാം പല കാരണങ്ങളാൽ അവരുടെ ഭരണകാലയളവിലെടുത്ത തീരുമാനങ്ങൾ കാരണം നഷ്ടമാവുന്നു, പാർട്ടിക്ക് തന്നെ ഒരു സ്ഥിരത ഇല്ലാതെ വരുന്നു. അങ്ങനെ വന്നപ്പോൾ പൊളിറ്റിക്കലി ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് തോന്നിയിരിക്കാം വെറുതെ ആരെയും പ്രൊവോക്ക് ചെയ്യേണ്ട. അതൊക്കെയാണ് ആന്റണിയുടെ പാർലമെന്റിലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് നൽകുന്ന സൂചന. ചൈനയും പ്രൊവോക്ക് ചെയ്യേണ്ട, പാകിസ്ഥാനെയും പ്രൊവോക്ക് ചെയ്യേണ്ട, വല്ലാതെ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒന്നും വേണ്ട, മര്യാദയ്ക്ക് അങ്ങ് പോകാം എന്ന ഒരു നിലയിലേക്ക്, എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഫ്രീസ് ചെയ്യപ്പെട്ട അവസ്ഥ, ഒന്നിനും പ്രതികരണ ശേഷിയില്ലാതെ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്ന് വെച്ചാൽ എന്നാ ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അത് കാരണം നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാണ്. ഇന്ത്യൻ പട്ടാളത്തിനോട് ഭയങ്കര ക്രൂരമായിട്ട് ഒരു പെരുമാറുന്നു പാകിസ്ഥാനികള്, ഭീകരവാദികള്. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, ഞാൻ അതൊന്നും വീണ്ടും എടുത്തിട്ട് ഓർമ്മിപ്പിക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് മുൻകാലങ്ങളിൽ ഭരിച്ച കോൺഗ്രസിനെ കുറ്റം പറയാനല്ല, മറിച്ച് നരേന്ദ്രമോദി സെറ്റ് ചെയ്ത് വെച്ചൊരു പുതിയ ബെഞ്ച് മാർക്കിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് മോദി 2014 വരുന്നത്. അതിനുശേഷം ഓരോ തവണ ഭീകരവാദ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നപ്പോഴും അതിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നൽകുന്നു. തിരിച്ചടി നൽകുന്നത് നമ്മുടെ പട്ടാളമാണ്. അവർക്ക് ഈ തിരിച്ചടി നൽകാൻ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് പട്ടാളത്തിന് ആക്ഷൻ എടുക്കാൻ പറ്റൂ. പാകിസ്ഥാൻ അതൊന്നുമില്ല. പാകിസ്ഥാന് ഭരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഭരണവും തീരുമാനവും ഒക്കെ പട്ടാളമാണ്. എന്നാൽ ഇന്ത്യയിലെ പട്ടാളത്തിന് അടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ ആ പെർമിഷൻ കിട്ടിയാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർമിഷൻ മോദി വന്നതിന് ശേഷം ആദ്യമായിട്ട് അവർക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആദ്യമായിട്ട് ഇന്ത്യ കാണുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ഇന്ത്യയിൽ പുൽവാമ ആക്രമണം ഉണ്ടാവുമ്പോൾ കുറെ കൂടി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ കാണുന്നു. ഇതിന് ഘട്ടങ്ങളുണ്ട്. 1, 2 എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു, വളരെ ലിമിറ്റഡ് ആയിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് കുറെ കൂടി ആഴത്തിലുള്ളതായിരുന്നു. അതിൽ പാക് അധീന കാശ്മീർ മാത്രമല്ല, നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ബാലാക്കോട്ട് ആക്രമണം കൂടി നടത്തുന്നു. മൂന്നാമത് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിലും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ലിമിറ്റഡ് പീരീഡിൽ ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പൻ യുദ്ധം തന്നെയാണ് നടന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും ആക്റ്റീവായിട്ട് ഇടപെടുന്നു. അതിൽ കരസേനയുടെ ഒരു നീക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായി ഉണ്ടായില്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. അതിൽ പാകിസ്ഥാനെ നമ്മൾ പ്രതിരോധിക്കുന്നു, തിരിച്ചടി നമ്മൾ ശക്തമായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനി ഭാവിയിൽ ഒരു ഭീകരവാദ ഗ്രൂപ്പ് ഒരു ആക്രമണം നടത്തുകയാണെന്ന് കരുതുക. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ, അതിനുള്ള ധൈര്യം അവർ കാണിക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടായി എന്ന് കരുതുക. അന്ന് നരേന്ദ്രമോദി അല്ല,
അല്ലെങ്കിൽ BJP അല്ല, മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടെന്നും കരുതുക. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സാങ്കല്പിക സാഹചര്യമാണ്, അതുകൊണ്ട് കാലഘട്ടമോ ഒന്നുമല്ല, ഇത് ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ആ സമയത്ത് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം അങ്ങനെ ഉണ്ടായാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നരേന്ദ്രമോദി ഈ 2025 പാകിസ്ഥാന് കൊടുത്തതിനേക്കാൾ വലിയൊരു മറുപടി അതായിരിക്കും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഡിമാൻഡ് ചെയ്യുന്നത്. അത് കൊടുക്കാൻ ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിച്ചോട്ടെ, അല്ലെങ്കിൽ XOR Y വേറെ ഏത് പാർട്ടി ഇന്ത്യ ഭരിച്ചാലും ആ പാർട്ടിയും അന്നത്തെ പ്രധാനമന്ത്രിയും നിർബന്ധിതരാകും, കൊടുത്തേ പറ്റൂ എന്ന് വരും. അല്ലാത്ത പക്ഷം ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയിലെ നിലനിൽപ്പ് പോലും അതോടെ അവസാനിക്കുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയെ തൊട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് നരേന്ദ്രമോദി ഇന്ന് പാകിസ്ഥാന് പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പൊ നാളെ ഇനി BJP-യിലായിക്കോട്ടെ വേറെ ഏതൊരു പാർട്ടിയിലെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അങ്ങനെ ഒരു അധികാരത്തിൽ ഒരാൾ വരുമ്പോൾ എങ്ങാനും ഇതുപോലെ ഒരു ദുസ്സാഹസം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുക. ഇന്നിപ്പോ പ്രതിപക്ഷ പാർട്ടികളൊക്കെ യുദ്ധം നിർത്തിയതിന് പോലും മോദിയെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുകളിൽ ഉണ്ടാവുന്ന ഒരു പ്രഷർ, അവരാണ് ഭരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രഷർ ആലോചിച്ച് നോക്കുക. അതിന്റെ കാരണം നരേന്ദ്രമോദി ഗവൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ച ഈ ബെഞ്ച് മാർക്കാണ്. എന്ന് വെച്ചാൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അതിന് മലയാളം കൃത്യമായിട്ടുള്ള വാക്ക് എനിക്കറിയില്ല, എങ്കിലും അതൊരു സ്റ്റാൻഡേർഡാണ്. എന്ന് വെച്ചാൽ ഒരു ഹൈ സ്റ്റാൻഡേർഡാണ്, ഹൈ ക്വാളിറ്റിയാണ്, ഹൈ പെർഫോമൻസ് ലെവലാണ്. ഒരു തിരിച്ചടി കൊടുക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡ് ഇന്നിപ്പോൾ നമ്മൾ ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതാണ് 2025 നമ്മൾ കാണുന്നത്. അപ്പൊ അടുത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണത്തിൽ വരുന്ന സമയത്ത് എങ്ങാനും പാകിസ്ഥാൻ ഒരു ധിക്കാരം കാണിച്ചാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കൊടുക്കാൻ ആ സമയത്ത് ആ പ്രധാനമന്ത്രി നിർബന്ധിതരാകും, കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പുതിയ സിസ്റ്റത്തിനാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ 3 കാലഘട്ടം, അതായത് ആദ്യത്തെ 2 സർജിക്കൽ സ്ട്രൈക്ക്, മൂന്നാമത്തെ ലിമിറ്റഡ് പീരീഡിൽ നടന്ന ഈ യുദ്ധം, ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. പോയി മോദിയോട് പറയാനാണ് ഭീകരവാദികൾ പറഞ്ഞത്. മോദിയോട് പറഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് പാകിസ്ഥാനും ഭീകരവാദികൾക്കും മനസ്സിലാവുകയും ചെയ്തു. അതാണ് മോദി ബിൽഡ് ചെയ്ത് വെച്ച പുതിയ ബെഞ്ച് മാർക്ക്.